ഇന്ന് കേരളത്തിൽ പുതുചരിത്രം പിറന്ന ദിവസമാണ്. KSRTCയിൽ സൗജന്യ യാത്ര നൽകിക്കൊണ്ട് VD സതീശൻ സർക്കാർ ആ ചരിത്ര മുഹൂർത്തത്തിന് തിരിതെളിയിച്ചു. അപ്പോഴാണ് പ്രതികരണവുമായിട്ട് ഓടിയെത്തുന്ന മുൻ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനെ കാണുന്നത്. KSRTCയിൽ വിപ്ലവം നടത്തിയെന്ന് സ്വയം പറഞ്ഞു നടന്ന ഗണേശന് പ്രിയദർശിനി നൽകുന്ന ആഘാതം ചെറുതല്ല. എന്നാലും തന്റെ ചമ്മലും വിയോജിപ്പും ഉള്ളിൽ മറച്ചുവെച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം സൗജന്യ യാത്രയെ സ്വാഗതം ചെയ്തുവെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടയിൽ യാത്രാ നിരക്കിൽ വിവേചനം കാണിക്കുന്നത് ശരിയല്ല എന്ന് വ്യക്തമാക്കി. ഒരേ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളിൽ നിന്നും നിരക്ക് ഈടാക്കാതെ ആൺകുട്ടികളിൽ മാത്രം ഈടാക്കുന്നത് സങ്കടമുള്ള കാര്യമാണെന്നും അതിനാൽ സ്കൂൾ കുട്ടികൾക്ക് ലിംഗഭേദമില്ലാതെ പൂർണ്ണമായിട്ടും യാത്രാ ഇളവ് നൽകണമെന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായമുണ്ട്. നഗരങ്ങളിലെ ഇലക്ട്രിക് ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് വിഭാഗത്തിലേക്ക് മാറ്റുന്നത് ശരിയായ നടപടിയല്ല എന്നും അത് ഒഴിവാക്കണമെന്ന് കൂടി സൂചിപ്പിക്കുന്നു. ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടിയുണ്ടല്ലോ, അതൊന്നും ഗണേഷ് കുമാർ ഇപ്പോഴും നിർത്തിയിട്ടില്ല. പണ്ടൊരു കത്ത് കാണിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെയിട്ട ടീമല്ലേ, നല്ലത് കണ്ടാലും അംഗീകരിക്കാനുള്ള മടി കാണും. എന്തായാലും പറഞ്ഞ വാക്ക് പാലിച്ച UDF സർക്കാരിന് മുന്നിൽ ഗണേഷ് കുമാർ മുട്ടുകുത്തി കഴിഞ്ഞു. മനസ്സിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സ്ത്രീകളുടെ സൗജന്യ യാത്രയെ അയാൾ പരസ്യമായി അംഗീകരിച്ചത്. ഈ യാത്രയെ ഇടതുപക്ഷം ബഹിഷ്കരിക്കുമ്പോഴാണ് ഗണേഷ് കുമാർ ഈ യാത്രയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചത് എന്നത് മറ്റൊരു വശം. ഇന്ന് മാധ്യമങ്ങളെ കണ്ട ഗണേഷ് കുമാർ തനിക്കെതിരെ വന്ന KSRTCയിലെ ബസ്സുകൾ വാങ്ങിയതിൽ വലിയ അഴിമതി നടന്നുവെന്ന പ്രചാരണത്തിലും മറുപടി നൽകി. വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നത് മാധ്യമധർമ്മത്തിന് ചേരുന്നതല്ല എന്നും തെറ്റായ വാർത്തയാണ് ഒരു മാധ്യമം നൽകിയതെന്നും കൂടി അദ്ദേഹം വ്യക്തമാക്കി. മുൻ മന്ത്രിയുടെ ഏറ്റുപറച്ചിൽ ചേർക്കുന്നു, കാണാം. സൗജന്യയാത്ര നല്ല കാര്യമല്ലേ, എല്ലാവർക്കും കൊടുക്കണം. സൗജന്യയാത്ര ഒരു ഗവൺമെന്റ് അധികാരത്തിലെത്തുമ്പോൾ അവരതിനു വേണ്ടി ചില കാര്യങ്ങൾ ഓഫറുകൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. പ്രകടന പത്രിക, അപ്പോൾ അവരുടെ ഗ്യാരണ്ടികൾ അത് നടപ്പിലാക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അത് സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്ത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ എന്റെ ഒരു അഭിപ്രായം കൂടെ ഉണ്ട്, കുഞ്ഞുങ്ങൾ കൂടി പെൺകുഞ്ഞുങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയും ആൺകുട്ടിയും ബസ്സിൽ കയറുമ്പോൾ പെൺകുട്ടിയുടെ വാങ്ങാതിരിക്കുക, ആൺകുട്ടിയുടെ വാങ്ങുന്നത് സങ്കടകരമാണ്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പുരുഷന്മാർക്ക് കൊടുക്കുമെന്ന് ഞാൻ പറയുന്നില്ല, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവരെ ആൺകുട്ടികൾ പെൺകുട്ടികൾ വ്യത്യാസം വയ്ക്കാതെ സ്കൂൾ കുട്ടികൾക്ക് പൂർണ്ണമായ കൺസെഷൻ കൊടുക്കണം. പിന്നെ ഈ സിറ്റിക്കകത്ത് ഇന്നിപ്പോൾ കണ്ടിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ റിപ്പോർട്ടർ ചാനൽ കണ്ടിരുന്നു, അതിൽ പറയുന്നത് കൂടുതലും ഫാസ്റ്റാക്കി മാറ്റിയെന്നാണ്. ഈ സിറ്റി ഫാസ്റ്റ് ഇലക്ട്രിക് ബസ്സിൽ സിറ്റി ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് വരാൻ പാടില്ല, അത് ഒഴിവാക്കി പഴയ പോലെ തന്നെ എത്ര ഓർഡിനറി ഉണ്ടായിരുന്നു അത്ര ഓർഡിനറി തന്നെ കൊടുക്കണം. കാരണം അത് സ്ത്രീകളൊക്കെ വളരെ പ്രതീക്ഷയോടെ വന്നിട്ട് റിപ്പോർട്ടർ ചാനൽ കണ്ടു, അവര് വളരെ വിഷമത്തോടുകൂടി പൈസ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയാണ്. പല സിറ്റി ഫാസ്റ്റ് ആകുമ്പോൾ വേറെ അപകടം കൂടി ഉണ്ട്, കൂടുതൽ പൈസ കൊടുക്കും. അതായത് സ്ത്രീകൾക്ക് ഒരു സ്ഥലത്ത് സൗജന്യം എന്ന് പറയുകയും സിറ്റി ഫാസ്റ്റിലേക്ക് വരുമ്പോൾ അവർ കൂടുതൽ പൈസ കൊടുക്കുകയും ചെയ്യും. അതിപ്പോ മാറ്റിയതായിരിക്കണം, കാരണം അതിന്റെ വിവരാവകാശം വെച്ച് ചോദിക്കണം. കാരണം മുമ്പ് എത്ര സിറ്റി ഫാസ്റ്റ് ഉണ്ടായിരുന്നു? എന്റെ അറിവിൽ ഈ ഇലക്ട്രിക് ബസ്സിൽ സിറ്റി ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്റെ മുൻഗാമിയായ ശ്രീ ആന്റണി രാജു ഈ സിറ്റി ഫാസ്റ്റ് ഇലക്ട്രിക് ബസ്സിൽ മുഴുവൻ 10 രൂപയ്ക്ക് കൊടുത്തിട്ട് ടൗണിലൂടെ പോകാനായിട്ട് നേരത്തെ അദ്ദേഹം LDF ഗവൺമെന്റ് കാലത്ത് കൊടുത്തിരുന്നതാണ്. അപ്പൊ അന്ന് ഇത് ഓർഡിനറി തന്നെയാണ്. എന്റെ അറിവിൽ ഈ ഒരു ഇലക്ട്രിക് ബസ്സുകളൊന്നും തന്നെ 150ഓളം ഇലക്ട്രിക് ബസ്സുകൾ ഓർഡിനറി ബസ് തന്നെ ആയിരുന്നു എന്റെ അറിവിൽ. ഇനി പിന്നിടയ്ക്ക് വെച്ച് വലിയൊരു ഓർഡിനറി മാത്രമായിരുന്നു. കാരണം ആന്റണി രാജു കൊടുക്കുന്നത് ഓർഡിനറി ബസ് എന്നുള്ളതിലാണ് അദ്ദേഹം 10 രൂപയ്ക്ക് കൺസെഷൻ കൊടുത്തു ആയിരിക്കണം. കാരണം അങ്ങനെ മാറ്റിയതാണ് മാധ്യമങ്ങൾ പറയുന്നത്. അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കണം. അങ്ങനെ മാറ്റാൻ പാടില്ല ഓർഡിനറി ബസ്സുകളുടെ എണ്ണം. കാരണം ലേഡീസ് ഏത് വണ്ടിയിൽ കയറിയാൽ ഇപ്പം മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് ഫാസ്റ്റ് പാസഞ്ചറും സൂപ്പർ ഫാസ്റ്റ് അടക്കമുള്ളതിലേക്ക് ബാധിപ്പിക്കും എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു പുത്തരിയിൽ കല്ല് കടിക്കാതിരിക്കാൻ വേണ്ടി ഈ ഫാസ്റ്റ് എന്നുള്ള സ്റ്റിക്കറങ്ങളാക്കി മാറ്റുന്നതായിരിക്കും നല്ലത് സിറ്റിയിൽ പോകുന്നവർക്ക്. പക്ഷെ ഇതിനൊരു സാമ്പത്തികവും സാമൂഹ്യമായ ഒരു ഇമ്പാക്ട് ഉണ്ട്. അത് നമ്മുടെ കാര്യത്തിൽ ഒരു അന്വേഷണം വയ്ക്കണം. വിജിലൻസോ CBIയോ ആര് വേണോ അന്വേഷിക്കണം. കാരണം ഈ വ്യാജരേഖ ചമച്ചത്, ഈ ലേഖകൻ ചമച്ച ഈ വ്യാജരേഖ ഇത് എവിടുന്ന് കിട്ടിയെന്ന് നമുക്കറിയാം. ഇത് KSRTCയുടെ പേപ്പറല്ല, KSRTCയുടെ കണക്കല്ല. ഇത് ചമച്ചു കൊടുത്ത ഉദ്യോഗസ്ഥൻ ആര് എന്നെങ്കിലും ഈ ലേഖകൻ പുറത്ത് വെളിപ്പെടുത്തണം. കാരണം തന്നെ പറ്റിച്ചത് ആരാണെന്ന സത്യസന്ധത പ്രകടിപ്പിക്കാനുള്ള ഒരു ധാർമ്മിക മൂല്യം ഈ ലേഖകൻ കാണിക്കണം. അല്ലെങ്കിൽ ആ ഒരു ധാർമ്മികതയല്ല. കാരണം അദ്ദേഹത്തെ കബളിച്ചാണെങ്കിൽ അദ്ദേഹം അത് പറയണം, എന്നെ ഇന്ന ആൾ കബളിപ്പിച്ചതാണ്, ഇന്ന രീതിയിൽ രേഖ ഇന്നയാൾ തന്നു എന്ന് അറിയിക്കണം.
മാത്രമല്ല ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വയ്ക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. CBI വരുന്ന അന്വേഷിക്കുന്നതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ ഞാൻ ആരുടെയും കൈക്കൂലി വാങ്ങിച്ചിരിക്കുന്നതല്ല, എൻ്റെ ഗതികേട് എനിക്കില്ല. ഞാൻ സിനിമയിൽ അഭിനയിച്ച് ജീവിച്ചവനാണ്. എൻ്റെ വീട്ടിൽ ഇച്ചിരി സാമ്പത്തികം ഉള്ളവനാണ്. എനിക്ക് ജീവിക്കാനുണ്ട്. കുറേ സോഷ്യൽ മീഡിയക്കാരെ ഇറക്കാൻ ഇത് പറഞ്ഞ അവരെ ഇളക്കി വിട്ട് മറ്റു മാധ്യമങ്ങളൊന്നും ഏറ്റെടുക്കുന്നില്ല. അവരെ ഇളക്കി വിട്ടിട്ട് അവരെന്ത് അനാവശ്യവും പറയാം. സോഷ്യൽ മീഡിയയിൽ അനാവശ്യം പറഞ്ഞവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും തന്നെ സമീപിക്കും. ഇതിലൊരു അന്വേഷണം വേണം. ഈ ലേഖകന് ഇത് എവിടെ നിന്ന് കിട്ടി? വാങ്ങാത്ത വില, KSRTC ഒരിക്കലും വാങ്ങാത്ത വില, ഒരിക്കലും കൊടുക്കാത്ത വില. ആ വിലയ്ക്ക് ഒരു കള്ളക്കണക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ആ ലേഖകൻ ജനങ്ങളോട് പറയണം, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറയണം. ഇതിലൊരു അന്വേഷണം ആവശ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചത്. എന്നെ സംബന്ധിച്ച് എന്നെക്കുറിച്ച് പറയുന്ന വ്യക്തിപരമായി പറയുന്ന കാര്യങ്ങൾക്കൊന്നും മറുപടി പറയുന്ന ആളല്ല. പക്ഷേ ഇത് ഇടതുപക്ഷ ജനാധിപത്യമുണ്ട്. 10 വർഷം കേരളം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കളങ്കം ചാർത്തുന്ന ഒരു കാര്യമായതുകൊണ്ടും രാഷ്ട്രീയപരമായി ഇത് കാണുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഒരു അന്വേഷണം വേണം എന്നാവശ്യപ്പെടുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് അഴിമതി നടന്നിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഇത് മാത്രമല്ല, ബസ് വാങ്ങുമ്പോൾ അത് വാങ്ങുന്നത് KSRTCയുടെ ബോർഡിൻ്റെ തീരുമാനപ്രകാരമാണ്. ബസ് വാങ്ങാനുള്ള ഓർഡർ കൊടുക്കും. അറിഞ്ഞുകൊണ്ടെങ്കിൽ പറഞ്ഞു തന്നവരോട് ചോദിക്കുക. KSRTCയുടെ ബോർഡ് യോഗത്തിൽ മന്ത്രിക്ക് ഒരു കാര്യവുമില്ല. KSRTCയുടെ CMD, ഫൈനാൻസ് ഓഫീസർ, അഡീഷണൽ സെക്രട്ടറി ഫൈനാൻസ്, പിന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു, ഇവരെല്ലാം ഉൾപ്പെടുന്നതാണ് KSRTCയുടെ ബോർഡ്. ആ ബോർഡാണ് ഇത്തരം വണ്ടി വാങ്ങണം. പിന്നെ KSRTCയിൽ ടെൻഡർ വിളിക്കാതെ വണ്ടി വാങ്ങാൻ പറ്റില്ല. ആര് വിചാരിച്ചാലും വാങ്ങാൻ പറ്റില്ല. ടെൻഡർ വിളിക്കണം. ഒരു വണ്ടിയെ വാങ്ങുന്നുള്ളെങ്കിലും ടെൻഡർ വിളിക്കണം. അല്ലെങ്കിൽ കാറോ മറ്റുമാണ്, ജീപ്പാണോ വാങ്ങുന്നതെങ്കിൽ അവർക്ക് സർക്കാർ ഉത്തരവ് പറയാൻ ജമ്മിൽ കയറി വാങ്ങും. ടാക്സ് ഇല്ലാതെ ജമ്മിൽ കയറി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വാങ്ങുന്ന പോലെ KSRTC വാങ്ങും. പക്ഷേ ടെൻഡർ വിളിക്കാതെ KSRTCക്ക് വണ്ടി വാങ്ങാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കണം. ടെൻഡർ വിളിച്ച് അത് ലോവസ്റ്റ് ടെൻഡറായി വന്നതിന് ശേഷം അവരൊരു നെഗോസിയേഷൻ ഉണ്ട്. ഇനി എന്ത് കുറയ്ക്കും? ആ നെഗോസിയേഷനും കഴിഞ്ഞ് പൈസ കുറഞ്ഞതിന് ശേഷം മാത്രമേ KSRTC വണ്ടി പർച്ചേസ് ചെയ്യും. ഈ പർച്ചേസ് ചെയ്യുന്ന ഓർഡർ എന്ന് പറയുന്നത് KSRTCയുടെ CMDO ഉദ്യോഗസ്ഥരല്ല കൊടുക്കുന്നത്, KSRTCയുടെ ഡയറക്ടർ ബോർഡാണ് കൊടുക്കുന്നത്. ആ ഡയറക്ടർ ബോർഡിൽ ഇത്ര വ്യക്തികളുണ്ട്. ഇവരെ എല്ലാം കബളിപ്പിച്ചിട്ട് കൂടിയ വിലയ്ക്ക് വണ്ടി വാങ്ങാൻ പറ്റില്ല. ഇന്ത്യയിൽ മാർക്കറ്റിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് KSRTCക്ക് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, തമിഴ്നാട് ട്രാൻസ്പോർട്ടിന് അങ്ങനെയാണ്, വില കുറച്ചാണ് വണ്ടി കിട്ടുന്നത്. കാരണം ഇവർ വാങ്ങുന്നത് 1-2 വണ്ടിയല്ല, 60 വണ്ടി, 200 വണ്ടി. ഇപ്പം 100 വണ്ടി, ഉദാഹരണം പറഞ്ഞാൽ 100 വണ്ടിക്ക് ഒരു ടെൻഡർ വിളിക്കാൻ 15 വണ്ടിയും കൂടി ആ വിലയ്ക്ക് വാങ്ങാം. 15%. അത് കഴിഞ്ഞാൽ പിന്നെ ടെൻഡർ വിളിച്ചേ പറ്റും. അപ്പോൾ 100 വണ്ടിക്ക് ടെൻഡർ ചെയ്താൽ വേണമെങ്കിൽ 115 വണ്ടി വാങ്ങാം. അതിൽ കൂടുതൽ വണ്ടി വാങ്ങണമെങ്കിൽ വീണ്ടും ടെൻഡർ ചെയ്യണം. ടെൻഡറിൽ ആരാണോ ലോവസ്റ്റ് വരുന്നത് അവർക്ക് മാത്രമേ ടെൻഡർ കൊടുക്കാൻ പറ്റൂ. പിന്നെ ഏതോ ഒരു സോഷ്യൽ മീഡിയക്കാരൻ പറഞ്ഞ് ഞാനൊരു വണ്ടി സംഭാവനയായിട്ട് എനിക്ക് കിട്ടിയത്. സംഭാവനയ്ക്കുള്ള മോഹമൊന്നും ഇതിനകത്തില്ല. സംഭാവന വാങ്ങിക്കുന്ന ആളുമല്ല. ഞാനൊരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ടാറ്റ സിയാറ വണ്ടി എനിക്കാണ് തന്നത്. ഞാൻ കാശ് കൊടുത്താണ് വാങ്ങിച്ചത്. ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിൻ്റെ കടലാസാണ്. ഫെഡറൽ ബാങ്കിൽ നിന്ന് ഞാൻ ലോൺ എടുക്കുകയും ഇത് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നും ഞാൻ ബാങ്കിലെ കമ്പനിക്ക് പൈസ കൊടുക്കുകയും ചെയ്തതിൻ്റെ രേഖയാണ് കാണുന്നത്. ഗണേഷ് കുമാറിന് അത്രയും ഗതികേടൊന്നും വന്നില്ല. ആ ഗതികേട് വന്നിരുന്നെങ്കിൽ ഇതിനു മുമ്പ് രാഷ്ട്രീയം മതിയാക്കിയാണ്. ഇനി രാഷ്ട്രീയം മതിയാക്കത്തില്ല. കാരണം അഴിമതി നടത്തി ജീവിക്കേണ്ട ഗതികേട് വരുന്ന ദിവസം രാഷ്ട്രീയം മതിയാക്കുമെന്ന് 20 കൊല്ലം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു മാറ്റവുമില്ല. എനിക്ക് കാറ് വാങ്ങിക്കണമെങ്കിൽ എൻ്റെ കാശ് ഞാൻ അധ്വാനിച്ച് സിനിമ അഭിനയിച്ച് ജീവിക്കുന്നത്. എനിക്ക് വേറെ വരുമാനമുള്ള ആളാണ്, ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളാണ്. ഞാൻ ലോണും എടുത്തിട്ടുണ്ട്, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആ രേഖകളാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം, നിങ്ങൾ പരിശോധിച്ചു. ഞാൻ ലോണും എടുത്തിട്ടുണ്ട്. എനിക്ക് ആ കമ്പനിക്കാർ ഒരു സാധാരണ ഒരു വണ്ടി വാങ്ങിച്ചാൽ, ഒരു മാരുതി കാർ വാങ്ങിച്ചാൽ അവർ മാറ്റെങ്കിലും ഇട്ട് തരും. എനിക്ക് ആ മാറ്റം പോലും ഇട്ട് തന്നില്ല. ഞാൻ ചോദിച്ചിട്ടുമില്ല, അവർ തന്നതുമില്ല. ഒരു ഡിസ്കൗണ്ടും, വണ്ടിക്ക് ഒരു ഡിസ്കൗണ്ട് തന്നിട്ടില്ല. സാറിന് ഇപ്പം നിങ്ങളെല്ലാം കാർ വാങ്ങിക്കാൻ പോയാൽ, ഒരു ബൈക്ക് വാങ്ങിക്കാൻ പോയാൽ കമ്പനിക്കാരന് ഒരു 10,000 രൂപ ഡിസ്കൗണ്ട് എങ്കിലും നിങ്ങൾക്ക് തരും. എനിക്ക് അതും തന്നിട്ടില്ല. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചാണ്. ഞാൻ അന്തസ്സായിട്ട് ഞാൻ താമസിക്കുന്ന വീട്, ഞാൻ ഉപയോഗിക്കുന്ന കാറ് എൻ്റേതായിരിക്കണം എന്നെനിക്ക് നിർബന്ധമില്ല. ഇതെൻ്റെയും കൂടെ ആണല്ലോ എന്ന് വേറെ ആൾ പറയുന്നത് എനിക്ക് അപമാനമാണ്. അതുകൊണ്ട് വ്യക്തിപരമായി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും മിണ്ടാറില്ല. പക്ഷേ എൻ്റെ പാർട്ടി നേതാക്കൾക്കും ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കൾക്കും ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഇത്തരത്തിലൊരു തെറ്റായ നടപടി നടന്നിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഏതൊരു അന്വേഷണം, CBI അന്വേഷണമെങ്കിൽ നേരിടാൻ ഞാൻ തയ്യാറാണ്.